വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ഡേയ്സിക്ക് ഒരടി കൊടുത്ത ശേഷം പിന്നെ ശിവൻ പറയുന്നുണ്ട് ഒന്നിച്ച് ജീവിച്ച് തുടങ്ങിയില്ല, അതിനു മുന്നേ അവൾക്ക് സംശയം തുടങ്ങി. അപ്പോൾ പിന്നെ ഒന്നിച്ച് ജീവിച്ചാലുള്ള അവസ്ഥ എന്താകും, കല്യാണം കഴിച്ചാലുള്ള അവസ്ഥ എന്താകും എന്നിങ്ങനെ പറയുന്നുണ്ട്. നിനക്ക് എന്നെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല, അത് തന്നെയാണ് കാര്യം. അതുകൊണ്ട് ഇതിങ്ങനെ ജീവിതകാലം മുഴുവൻ എന്നെ മനസ്സിലാക്കാത്ത ഒരു പെണ്ണിനെ ജീവിതകാലം മുഴുവൻ ചുമക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഇവിടെ വെച്ച് നമുക്കിപ്പോൾ പിരിയാം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഡേയ്സി ഇങ്ങനെ ഷോക്കായിട്ട് നോക്കുന്നുണ്ട്. നിർമ്മലയെ സ്വാമിയൊക്കെ നോക്കി നിൽക്കുകയാണ്. അന്നേരം മഹേന്ദ്രൻ പറയുന്നുണ്ട്, എന്താ ശിവ ഇത്, കുട്ടിക്കളിയാണോ? തോന്നുമ്പോൾ വണ്ടി കച്ചവടം വല്ലതും ആണോ ഇത്? വേണം തോന്നുമ്പോൾ വേണോ, ഒന്നും അല്ലാത്തപ്പോൾ വേണ്ടാന്ന് വെക്കാനായിട്ട്. അതുകൊണ്ട് ഇതിവിടെ പറ്റില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം എനിക്ക് ഇങ്ങനെ ഒരു ഇതിന് പറ്റില്ല എന്നിങ്ങനെ ജീവിതകാലം മുഴുവൻ കനലും വെച്ചുകൊണ്ട് നടക്കാനായിട്ട് പറ്റില്ല എന്നിങ്ങനെ ശിവൻ പറയുമ്പോൾ, എങ്കിൽ ഇപ്പോൾ ഇറങ്ങിക്കൊള്ളണം എൻ്റെ വീട്ടിൽ നിന്നെന്ന് പറയുകയാണ്. ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കുകയും വേണം, ഇവളുടെ കഴുത്തിൽ താലി കെട്ടുകയും വേണം. എന്താ സമ്മതമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ശിവൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അന്നേരം നിർമ്മല അങ്ങോട്ട് ഇടയ്ക്ക് കയറിയിട്ട് പറയുന്നുണ്ട്, എന്താ മഹിയേട്ടാ ഇത്, പിന്നെ അടിച്ച് സമ്മതിപ്പിക്കാനുള്ളതാണോ വിവാഹമൊക്കെ, അവരുടെ ഇതല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഇങ്ങനെ ഒരു മനസ്സുകൊണ്ട് ഇവൻ ഇവിടെ നിൽക്കാനായിട്ട് സാധിക്കില്ല, പുകഞ്ഞ കൊള്ളി പുറത്ത് പോട്ടെ എന്ന് പറയുകയാണ്. മാണിക്കോത്തും തിരിച്ച് ഒരു വിളിക്കുമെന്നുള്ള പ്രതീക്ഷയാണെങ്കിൽ നീ പോണ്ട, ഇത് മാണിക്കോത്ത് മഹേന്ദ്രനാണ്, ഇറങ്ങണമെന്ന് പറയുകയാണ്. അന്നേരം ശിവനും പറയുന്നുണ്ട്, അതേ മാണിക്കോത്ത് മഹേന്ദ്രൻ്റെ മകൻ തന്നെയാണ് ഞാൻ, ഇതിൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പോൾ ബലിയാടാവാനായിട്ട് ഞാനില്ല, മനസ്സിൽ കനൽ വെച്ചുകൊണ്ട് ഇരുന്നാൽ അത് പിന്നെ എരിയത്തേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരുടെയും മനസ്സിലെ കനലൊക്കെ ഒന്ന് അടങ്ങട്ടെ, അതുകൊണ്ട് ഇത് സത്യം തെളിയിച്ചിട്ടേ ഞാൻ ഇങ്ങോട്ടത്തേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് ശിവൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അന്നേരം വീണ്ടും നിർമ്മല വിളിക്കുമ്പോൾ പോകുന്നെങ്കിൽ പോട്ടടി, പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനൊന്നേ ഡേയ്സി പറയുന്നുണ്ട്, എൻ്റെ പേരിൽ നിങ്ങളൊരു വഴക്ക് കൂടണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല കാര്യങ്ങളെന്ന് പറഞ്ഞാണ് മഹേന്ദ്രൻ ഇതൊക്കെ പറയുന്നതൊക്കെ. തുടർന്ന് ശിവനാണെങ്കിൽ ഇറങ്ങുന്നുണ്ട്. ഇറങ്ങിയിട്ട് ബുള്ളറ്റ് എടുക്കുകയാണ്. അന്നേരം നിർമ്മല പുറകെ ചെല്ലുന്നുണ്ട്, ശിവമോനെ നിൽക്കുക, അച്ഛൻ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് പോകല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ ശിവൻ വണ്ടി എടുത്ത് പോകുന്നുണ്ട്. അതിനുശേഷം നിർമ്മല വിഷമിച്ച് നിൽക്കുകയാണ്. ഡേയ്സിയും മഹേന്ദ്രനും ഒക്കെ അകത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഇതേസമയം ശാലിനിയാണെങ്കിൽ ഓഫീസിലേക്ക് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരവും ആ ജോത്സ്യൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ ശാലിനിയുടെ മനസ്സിൽ. ഈ ജാതകക്കാരൻ്റെ ഭൂമിയിലെ ലക്ഷ്യങ്ങൾ അവസാനിച്ചു, ഭൂമിയിലില്ല എന്നൊക്കെ പറഞ്ഞത് ഓർത്തിരിക്കുമ്പോൾ ആകെ സങ്കടപ്പെട്ട് കണ്ണൊക്കെ നിറയുന്നുണ്ട്. ഈ സമയത്താണ് അനുപല്ലി ഫോൺ ചെയ്യുന്നത്. അന്നേരം കണ്ണൊക്കെ തുടച്ചിട്ട് ഫോൺ എടുക്കുന്നുണ്ട്. അന്നേരം ഞാനൊരു വീഡിയോ അങ്ങോട്ടത്തേക്ക് അയച്ചിട്ടുണ്ട്, ഒന്ന് നോക്കും മേഡം എന്ന് പറയുമ്പോൾ ആ നോക്കാമെന്ന് പറഞ്ഞിട്ട് ശാലിനി ഇങ്ങനെ വാട്സപ്പിൽ വീഡിയോ ഓണാക്കി അത് കാണുന്നുണ്ട്. അന്നേരം നേരത്തെ ആ മഹേന്ദ്രൻ ഡേയ്സി കാണിച്ച അതേ വീഡിയോ ആണ്. കളക്ടറുടെ ഭർത്താവിനെ കാണാനില്ല എന്ന വാർത്ത നിലനിൽക്കെ കളക്ടറുടെ രാത്രി സഞ്ചാരം തിരയുന്നത് സ്വന്തം ഭർത്താവിനെയോ അതോ മറ്റുള്ളവരുടെ ഭർത്താവിനെയോ എന്നും പറഞ്ഞത് കാണുമ്പോൾ ശാലിനി ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കുന്നുണ്ട്. അന്നേരം രാമേട്ടനും ഇതിങ്ങനെ വണ്ടി ഓടിക്കുന്ന രാമേട്ടനും പിന്നിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുശേഷം ശാലിനി ആണെങ്കിൽ അനുപല്ലവി ഫോൺ ചെയ്യുന്നുണ്ട്. ആ യൂട്യൂബറിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് ഇപ്പോൾ കിട്ടണമെന്ന് പറയുമ്പോൾ ശരി മാഡം എന്ന് പറഞ്ഞിട്ട് അനുപല്ലവി ഫോൺ വയ്ക്കുന്നുണ്ട്. അന്നേരം കുറച്ചുകൂടി സ്പീഡിന് പോകുന്നിങ്ങനെ രാമേട്ടനോട് ശാലിനി പറയുന്നുണ്ട്. അവർ പോകുന്നുണ്ട്. ഇതേസമയം സത്യഭാമയുടെ വീട്ടിലേക്ക് തിരികെ പിള്ളയും കമലിനും കൂടി എത്തുന്നുണ്ട്. അവരുടെ ആ നിൽപ്പും ഭാവമൊക്കെ കണ്ടിട്ട് പൊന്നിയും കൂടെ ഉണ്ട്. എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവർ കാശ് ചോദിച്ചതിന് അവരെല്ലാവരും കൂടി ഞങ്ങളെ തല്ലി സത്യാമ്മയെന്ന് പറയുകയാണ്. പൈസ തരാനുള്ളതല്ലേ ചോദിച്ചത്, അവരിൽ നിന്നും അടിച്ചു വാങ്ങാനുള്ള കരുത്തൊന്നും എനിക്കില്ല എന്നിങ്ങനെ പിള്ളയും പറയുന്നുണ്ട്. വിഷ്ണു കുഞ്ഞില്ലാത്തതാണ് പ്രശ്നം, വിഷ്ണു ആശാൻ സ്ഥലത്തില്ല എന്നറിഞ്ഞാൽ പിന്നെ അവരിനി കാശ് തരാനിരിക്കുന്നത് പോലും തല്ല എന്നൊക്കെ കമലിനും പിള്ളയും ഇങ്ങനെ മാറി മാറി പറയുന്നുണ്ട്. രാഘവൻ നായർ അടുത്ത് കസേരയിലിരിക്കുകയാണ്. രാഘവൻ നായർ ആകെ സന്തോഷത്തിൽ സംസാരിക്കുകയാണ്. അങ്ങനെ തന്നെ വേണം, വിഷ്ണു പോകേണ്ടടുത്ത് വിഷ്ണു തന്നെ പോകണം. എന്തായാലും നിനക്ക് തല്ല് കിട്ടിയില്ലേ, കമലിന് കിട്ടിയത് ഭാഗ്യമായി, പിന്നെ തല്ല് കിട്ടിയെന്ന് അറിഞ്ഞാൽ അവനിങ്ങ് വരും, കാരണമേ വിഷ്ണുവിൻ്റെ ചങ്കാണ് കമലൻ എന്ന് പറയുന്നുണ്ട്. ചിരിച്ചുകൊണ്ടാണ് രാഘവൻ നായർ സംസാരിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, പിള്ളയെ കൊച്ചാക്കിയതല്ല കേട്ടോ, എന്നാലും അത് കൂടി പറഞ്ഞതാണ് എന്ന് പറയുന്നുണ്ട്. തുടർന്ന് അവർ പറയുന്നുണ്ട്, വിഷ്ണു ഉണ്ടെങ്കിലേ ബിസിനസ് മുന്നോട്ട് പോകത്തുള്ളൂ എന്നൊക്കെ രാഘവൻ നായർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരം പലരുടെയും കയ്യിലായിപ്പോയി സത്യാമ്മ കാശ്, ഇവിടുത്തെ അവസ്ഥ എനിക്കറിയാം, ഞാൻ കിട്ടുമെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് വന്നേനെ, പക്ഷേ തല്ലി വാങ്ങിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല എന്ന് പറയുമ്പോൾ പിന്നെ നമ്മുടെ അടുത്ത് ആളും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഭാമ പറയുന്നുണ്ട്, ആര് പറഞ്ഞു ആളില്ല എന്ന്, വിഷ്ണു അല്ലേ സ്ഥലത്തില്ലാതെ ഉള്ളൂ, രോഹിത് ഉണ്ടല്ലോ, ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സത്യഭാമ രോഹിത്തിനെ ഫോൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ശാരദാമ്മയുടെ വീട്ടിലാണ് രോഹിത്. ഫോൺ എടുക്കുന്നുണ്ട്. അന്നേരം എന്താ സത്യാമ്മ ചോദിക്കുമ്പോൾ, രോഹിത്തെ നീ അത്യാവശ്യമായിട്ട് ഇവിടം വരെ ഒന്ന് വരണം, ഇനി ഞാൻ വിളിക്കില്ല, അതാണ് പറഞ്ഞതെന്ന് പറയുകയാണ്. അന്നേരം എന്താ കാര്യം ചോദിക്കുമ്പോൾ, കാര്യം അറിഞ്ഞാലേ വരത്തുള്ളൂ എന്ന് ചോദിക്കുക. അന്നേരം അങ്ങനെയൊന്നുമില്ല, സത്യാമ്മ വിളിച്ചാൽ എനിക്ക് വരാതിരിക്കാനായിട്ട് കഴിയില്ലല്ലോ, എവിടെയായാലും എപ്പോഴായാലും ഞാൻ എത്തിയിരിക്കും എന്നിങ്ങനെ പറഞ്ഞ് രോഹിത്ത് ഫോൺ വയ്ക്കുമ്പോൾ ശ്യാമ ഇങ്ങനെ അടുത്തുനിന്ന് നോക്കുകയാണ്. പക്ഷേ രോഹിത്ത് ദേഷ്യത്തോടെ ശ്യാമയെ നോക്കുന്നേ ഉള്ളൂ, ശ്യാമയൊന്നും പറയുന്നില്ല.
അതിനുശേഷം ഭാമയോട് പറയുന്നുണ്ട്, ഞാൻ രോഹിത്തിനെ വിളിച്ചിട്ടുണ്ട്, അവൻ ഇങ്ങോട്ടത്തേക്ക് വരും, വിഷ്ണു വരുന്നത് വരെ അവൻ ഇവിടെ വേണം, വിഷ്ണു ഇല്ലാത്തതുകൊണ്ട് അവൻ ഇവിടെ വേണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, ആരെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല, വിഷ്ണു ഉള്ളത് കൊണ്ടാണ് നിൻ്റെ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അവൻ്റെ ആ ഒരു മസിൽ പവറും വാക്സാമർഥ്യവും കൊണ്ട് തന്നെയാണ്, അല്ലാതെ നിനക്കാരും പൈസ ഒന്നും തരില്ല, എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിക്കാൻ നോക്ക്, നിങ്ങൾ ഇനി കണ്ടുപിടിച്ചില്ലെങ്കിൽ ഞാൻ എന്തായാലും കണ്ടുപിടിക്കും, പറയാനുള്ളത് ഞാൻ പറഞ്ഞു, അല്ലാതെ നിൻ്റെ ഈ ബിസിനസ് നടക്കില്ല എന്ന് പറഞ്ഞ് വടിയും കുത്തിപ്പിടിച്ച് പതുക്കെ രാഘവൻ നായർ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഇങ്ങനെ ഓരോന്ന് പിച്ചും പേയും ഒക്കെ പരസ്പരം എന്തല്ലാതെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രാഘവൻ നായർ സ്റ്റെപ്പ് കയറി പോണത്. അവൻ ഒളിച്ച് നടക്കുകയാണ്, പൈസയൊക്കെ കൊണ്ടുപോയി, ആരും പൈസയും തരുന്നില്ല, ഒളിച്ച് നടക്കുക, അവനിങ്ങോട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രാഘവൻ നായർ സ്റ്റെപ്പ് കയറി പോകുന്നത്. ഇതേസമയം ജ്യോത്സ്യനെ കാണാൻ പോയ ശാരദാമ്മയാണെങ്കിൽ ഓട്ടോയിൽ തിരികെ എത്തുന്നുണ്ട്. അന്നേരം ഇവരിങ്ങനെ എല്ലാവരും പുറത്ത് തന്നെ നിൽക്കുകയാണ്, കമലിനും പിള്ളയും പൊന്നിയും സത്യഭാമയും ഒക്കെ. നേരം ഇവരുടെ മുഖഭാവമൊക്കെ കണ്ടിട്ട് എന്താ എല്ലാവരും വിഷമിച്ച് നിൽക്കുന്നത്, എന്താ 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 സത്യാമ്മയും ചോദിക്കുമ്പോൾ, വിഷ്ണു സ്ഥലത്തില്ലാത്തത് കൊണ്ട് കളക്ഷന് വേണ്ടിയിട്ട് ഞാൻ ഇവരെയാണ് പറഞ്ഞു വിട്ടത്, പൈസ കിട്ടിയില്ല എന്ന് മാത്രമല്ല അവരെല്ലാവരും കൂടി ചേർന്ന് തല്ലുകയും ചെയ്തു എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അയ്യോ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം ഭാമ ചോദിക്കുകയാണ്, അല്ല ജ്യോത്സ്യനെ കാണാൻ പോയിട്ട് എന്തായി, വിഷ്ണു എവിടെ ഉണ്ടെന്ന് പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ശാരദാമ്മയാണെങ്കിൽ ആദ്യമൊന്നും പറയുന്നില്ല, പിന്നീട് ഭാമയുടെ മുഖത്ത് നോക്കാതെയാണ് പറയുന്നത്, ജ്യോത്സ്യൻ ഒന്നും പറഞ്ഞില്ല, എവിടെയാണെന്ന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല, ഒന്നും തെളിഞ്ഞില്ലെന്നാണ് പറഞ്ഞത് എന്നിങ്ങനെ ഭാമയുടെ മുഖത്ത് നോക്കാതെ തറയിലേക്ക് നോക്കി പറയുകയാണ്. പക്ഷെ ഭാമ അത് വിശ്വസിക്കുന്നുണ്ട്. അന്നേരമാണെങ്കിൽ രാഘവൻ നായർ മോളിൽ നിന്നും ചോദിക്കുകയാണ്, അല്ല ഭാമയെ ആരാ വന്നത്, ഒരു ഓട്ടോയുടെ ശബ്ദം കേട്ടല്ലോ, വിഷ്ണു ആണോ എന്നിങ്ങനെ അവിടെ നിന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട്. അന്നേരം ഭാമ പറയുന്നുണ്ട്, എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, വിഷ്ണു എവിടെ എന്താ ചെയ്യുക എന്നിങ്ങനെ പറയുമ്പോൾ രാഘവൻ നായർ ആ വിഷ്ണു ആയിരിക്കും വന്നതെന്നും പറഞ്ഞ് പെട്ടെന്ന് സ്റ്റെപ്പ് വഴി അങ്ങനെ സ്റ്റിക്ക് കുത്തി ഇറങ്ങുമ്പോൾ ആ സ്റ്റിക്ക് അങ്ങ് തെന്നി പോകുന്നുണ്ട്. രാഘവൻ നായർ ഇങ്ങനെ കാരണം മറിഞ്ഞിങ്ങനെ താഴേക്ക് വീഴുകയാണ്. ആ ശബ്ദമൊക്കെ കേട്ടുകൊണ്ട് അയ്യോ രാഘവേട്ടാന്നും പറഞ്ഞ് ഓടി ഭാമയും എല്ലാവരും കൂടി ചെല്ലുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ ഇങ്ങനെ താഴെ വീണ് കിടക്കുകയാണ്. അന്നേരം അച്ഛാന്നൊക്കെ വിളിച്ചുകൊണ്ട് കമലിനും ചെല്ലുന്നുണ്ട്. കമലിനും പിള്ള എല്ലാവരും കൂടി ചേർന്ന് പിടിച്ച് അവർ സെറ്റിയിലേക്ക് ഇരുത്തുകയാണ്. അന്നേരം നെറ്റിയൊക്കെ മുറിഞ്ഞിട്ടുണ്ട്. അച്ഛൻ എന്തെങ്കിലും പറ്റിയോ ചോദിക്കുന്നുണ്ട്. കമലം കാലൊക്കെ ഇങ്ങനെ തടവി കൊടുക്കുന്നുണ്ട്. അന്നേരം ഒന്നും ഇല്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണാടിയൊക്കെ എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അന്നേരം നെറ്റി പൊട്ടിയല്ലോ, ചോര വരുന്നല്ലോ ചോദിക്കുമ്പോൾ വിഷ്ണു വന്നോ ഭാമേ, എനിക്ക് അവനെ ഒന്ന് കാണണം എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാവരും സങ്കടത്തിലാണ് ഭാമ രാഘവൻ നായരുടെ ആ ഒരു ദയനീയമായിട്ടുള്ള ചോദ്യം കേട്ടിട്ട്. എന്നിട്ട് ഭാമ ഡോക്ടറെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറയുമ്പോൾ ഡോക്ടറെ ഒന്നും വിളിക്കേണ്ട, എനിക്ക് വിഷ്ണുവിനെ കണ്ടാൽ മതി എന്ന് പറയുമ്പോൾ ചോര പൊട്ടി ഒഴുകുന്ന കണ്ടില്ലേ, ഡോക്ടറെ വിളിക്കാതെ പിന്നെ എന്ന് പറഞ്ഞ് ഭാമ ദേഷ്യപ്പെടുകയാണ്. പക്ഷെ അതൊരു സങ്കടം കൊണ്ടുള്ള ദേഷ്യപ്പെട്ടാണ്, രാഘവൻ നായരുള്ള ദേഷ്യം കൊണ്ടല്ല. എന്നിട്ട് ഭാമ ഡോക്ടറെ വിളിക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം ശാരദാമ്മയാണെങ്കിൽ പൂജാമുറിയിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ഭഗവാനെ എൻ്റെ കൃഷ്ണ, എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുകയാണ്, കൂടെ നിൽക്കുന്നവരൊക്കെ പറയുന്നുണ്ട് വിഷ്ണു ഇനി വരില്ല, വിഷ്ണു ഇവിടെ ഇല്ല എന്നൊക്കെയാണ്. പക്ഷേ എൻ്റെ ശാലിനിമോൾ വിശ്വസിക്കുന്നത് വിഷ്ണു വരും എന്ന് തന്നെയാണ്. അതേപോലെ വിഷ്ണു തിരിച്ചു വന്നേ മതിയാകൂ, ഇവിടെ എന്തെങ്കിലുമൊക്കെ അത്ഭുതം സംഭവിക്കണം, വിഷ്ണുവിനെ തിരിച്ചു കൊണ്ടുവരണം, വന്നേ മതിയാകൂ, എനിക്ക് നടത്തി തന്നേ മതിയാകൂ എന്നിങ്ങനെ പറഞ്ഞ് ശാരദാമ്മ അങ്ങ് കരഞ്ഞ് കണ്ണൊക്കെ ഒഴുകി ഇങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുകയാണ്. ഇതേസമയം ഡെയ്സി ആണെങ്കിൽ ആകെ കരഞ്ഞുകൊണ്ടൊക്കെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം മുറ്റത്ത് തന്നെ ഡേവിസും യോഹന്നാനും ആൻ്റണിയും എൽസമ്മയും ഒക്കെ ഉണ്ട്. അന്നേരം എന്താടി കരച്ചിലൊക്കെ ആയിട്ട് തിരിച്ചു വരുന്നത്, അവൻ നിന്നെ അവിടെ നിന്നും തല്ലി ഇറക്കിയോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ശിവൻ പഴയ ശിവനല്ല, ആ സർജറിക്ക് ശേഷം അവൻ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഡേവിസ് ആകെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, ഇത് അങ്ങനെ തന്നെ വരുമെന്ന് എനിക്കറിയായിരുന്നു, നായകൻ പിന്നെ ഉപയോഗിക്കുന്നിടത്തെല്ലാം ഉപയോഗിച്ചിട്ട് അവസാനം വില്ലൻ്റെ തട്ടകത്തിലേക്ക് നായികയെ പറഞ്ഞു വിടുകയായിരുന്നു, ഇത് സിനിമയിലായിരുന്നെങ്കിൽ ഒരു സെൻറ്റിമെൻ്റൽ പിന്നെ സോങ്ങിലങ്ങ് തീർന്നേണേ, പിന്നെ ഇനി അവസാനമായിട്ട് പിന്നെ ഉള്ളിലൊരു ഗർഭം കൂടി ഉണ്ടെങ്കിൽ എല്ലാം കുശാലായി എന്ന് പറയുകയാണ്. അന്നേരം യോഹന്നാന് ദേഷ്യം വരുന്നുണ്ട്, സൂക്ഷിച്ച് സംസാരിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഞാൻ പറയുന്നതാണോ തെറ്റ്, ഇനി വിള ചുമക്കേണ്ടത് ഞാനല്ലേ, ഒരു സാരി എടുക്കുമ്പോൾ ബ്ലൗസ് പീസ് ഫ്രീ എന്നതുപോലെ മോളെ കെട്ടുമ്പോൾ ഒരു കുഞ്ഞു ഫ്രീ എന്നിങ്ങനെ സംസാരിക്കുകയാണ്. ഡേവിസ് ആണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ട്. അന്നേരം യോഹന്നാനാണെങ്കിൽ നീ എന്ത് പറഞ്ഞിടാന്ന് പറഞ്ഞുകൊണ്ട് ഡേവിസിൻ്റെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. അന്നേരം അല്ലെങ്കിൽ മോളോട് ചോദിക്കുക, അവൻ ഉപയോഗിച്ചതിൻ്റെ ബാക്കിയല്ലേ എന്നുള്ളത് ചോദിച്ചു നോക്കങ്ങോട്ട്, ഞാൻ പറയുന്നതാണോ തെറ്റ് എന്നൊക്കെ പറഞ്ഞ് ഡേവിസ് അങ്ങ് പറയുന്നുണ്ട്. അന്നേരം യോഹന്നാന് ദേഷ്യം വന്ന് ഇങ്ങനെ ഡേവിസിൻ്റെ കഴുത്തിനൊക്കെ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അന്നേരം അല്ലെങ്കിൽ മോളോട് ചോദിച്ചു നോക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട്, ഇനി ഞാനല്ലേ മിന്നു കെട്ടേണ്ടത് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഒരു യോഗം എന്നൊക്കെ ഇങ്ങനെ ഡേവിസ് സംസാരിക്കുമ്പോൾ ഡേവിസ് ഇങ്ങനെ ഇതൊക്കെ കേട്ട് കരഞ്ഞും അങ്ങനെ മാനം കെട്ട് നിൽക്കുകയാണ്. ഡേവിസ് കരഞ്ഞുകൊണ്ട് അങ്ങ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അന്നേരം ആൻ്റണിയും പറയുന്നുണ്ട്, അപ്പം ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, പ്ലാമോട്ടിലെ പെങ്കൊച്ചിനെ ഇങ്ങനെ കണ്ണിലാഴ്ത്തിയിട്ട് അവനിങ്ങനെ രണ്ട് കാലിൽ നിൽക്കാൻ
ഉപയോഗിക്കാനായിട്ട് പാടില്ല എന്ന് പറയുമ്പോൾ അപ്പനെയും മോനെയും രണ്ട് വഴിക്ക് ആക്കുക തന്നെ വേണം ഡേവിസേ, നമ്മൾ കൊണ്ടും കൊടുത്തും തന്നെയാണ് ഇതുവരെ എത്തിയത്, എന്തായാലും അവന് ഞാനൊരു പാഠം പഠിപ്പിക്കും, അതിനുള്ള വഴി എന്താണെന്ന് വെച്ചാൽ നോക്കിയാണ് എന്ന് പറഞ്ഞിട്ട് ഡേവിസ് അങ്ങകത്തേക്ക് കയറി പോകുന്നുണ്ട്. എൽസമ്മ ഇതൊക്കെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ. അതിനുശേഷം യോഹന്നാനാണെങ്കിൽ അകത്തേക്ക് ചെന്നിട്ട് ഡേസിയുടെ മുറിയിലേക്ക് ചെന്നിട്ടുണ്ട്. അപ്പോൾ ഡേസി അവിടെ ആകെ ഇരുന്ന് കരച്ചിലും ബഹളമൊക്കെയാണ്. ഡേസി ഒന്ന് നോക്കിയിട്ട് യോഹന്നാനും തിരിച്ചു പോരുന്നുണ്ട്. ഇതേ സമയം ശാലിനിയാണെങ്കിൽ ആ യൂട്യൂബറിൻ്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അയാളാണെങ്കിൽ അവിടെ റൂമിലിരുന്നുകൊണ്ട് പുതിയൊരു ഇങ്ങനെ കഥ മെനയുകയാണ്. ഒരു സെയിൽസ് ഗേളും ഒരു ടെക്സ്റ്റൈൽ മുതലാളിയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് വീഡിയോ തയ്യാറാക്കുകയാണ്. അന്നേരമാണ് ശാലിനിയും പോലീസുകാരും കൂടി ഡോറ് തള്ളി തുറന്ന് അകത്തേക്ക് കയറി ചെല്ലുന്നത്. അന്നേരം അവരെ കണ്ടുകൊണ്ട് അതൊക്കെ ഇങ്ങനെ ഓഫാക്കി വെക്കുന്നുണ്ട്. അന്നേരമാണെങ്കിൽ ശാലിനി എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ശാലിനി പറയുന്നുണ്ടോ, അപ്പോൾ ഇപ്പോൾ ഇവിടെ അവിഹിതമാണ് വിഷയമല്ലേ, ടെക്സ്റ്റൈൽസ് മുതലാളിയും സെയിൽസ് ഗേളും തമ്മിലുള്ള അവിഹിതം താനൊക്കെ ഇങ്ങനെ ഒപ്പിച്ച് കാണിച്ചു കൂട്ടുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ കടന്നു കയറുന്നതുകൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിയാമല്ലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. തനിക്ക് എന്നെ മനസ്സിലായല്ലോ എന്ന് ചോദിക്കുകയാണ്. ബീച്ച് റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ മനായിട്ട് വന്ന കളക്ടർ ഇത്രയും സ്ഥാനമുള്ള എന്നെ ഇങ്ങനെ അപകീർത്തിപ്പെടുത്താനായിട്ട് തനിക്ക് സാധിച്ചെങ്കിൽ പാവപ്പെട്ട പെൺകുട്ടികളുടെ അവസ്ഥ താനൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്നിങ്ങനെയൊക്കെ ചോദിച്ച് കുറേ ഡയലോഗ് ശാലിനി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. തന്നെ പോലുള്ളവർക്ക് നേരെ ഇങ്ങനെ ജനം പ്രതികരിച്ച് തുടങ്ങിയില്ലെങ്കിൽ പിന്നെ ഇവിടെ ഈ നാട് നന്നാവത്തുള്ളൂ, താനൊക്കെ നന്നാവത്തുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഞാൻ ആരാണെന്നറിയാമോ, ഇതെൻ്റെ തൊഴിലാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശാലിനി അയാളുടെ കർണം നോക്കി ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. അടിയും കൊണ്ട് അയാളിങ്ങനെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ. എന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ റീച്ചായ ഒരു വീഡിയോ പറയാം, ഒരു മധ്യവയസ്കൻ്റെ വീഡിയോ ആണെങ്കിൽ അയാൾക്ക് പിന്നീട് പുറത്തിറങ്ങാനായിട്ട് സാധിച്ചിട്ടുണ്ടോ, അയാൾക്ക് വീട്ടുകാരുടെയോ പെൺമക്കളുടെയോ മുഖത്ത് നോക്കാൻ സാധിച്ചിട്ടുണ്ടോ, മാനക്കേട് കൊണ്ട് അയാൾ തൂങ്ങി മരിച്ചാൽ ആ ശവത്തെ പോലും നിങ്ങൾ വെറുതെ വിടില്ലല്ലോ, വെറുതെ റീച്ചിന് വേണ്ടി കണ്ടന്റ് ഉണ്ടാക്കുന്ന നിങ്ങളെപ്പോലുള്ളവരെ പിന്നെ ഇല്ലാതാക്കുക തന്നെയാണ്. അതിന് ആദ്യത്തെ ചുവടുവെപ്പ് ഞാൻ തന്നെ ആയിക്കോട്ടെ, ഇത് തന്നെ തുടക്കമായിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ട് ഇയാളെ എടുത്ത് ജീപ്പിലിട് എന്നിങ്ങനെ അറസ്റ്റ് ചെയ്യുന്നിങ്ങനെ പറയുന്നുണ്ട്. ഇയാളെ സാധനങ്ങളൊക്കെ എടുക്കുമെന്ന് പറയുന്നുണ്ട്. അന്നേരം മൊബൈലും ലാപ്ടോപ്പും എല്ലാം ഒക്കെ ഇങ്ങനെ പോലീസുകാർ എടുക്കുന്നുണ്ട്. അന്നേരം എടുക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശാലിനി വീണ്ടും കുറേ ഡയലോഗൊക്കെ പറയുകയാണ്. തന്നെ പോലുള്ളവർ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയും റീച്ചിന് വേണ്ടി ഇങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടുമ്പോൾ മറ്റുള്ളവരുടെ വ്യക്തി ജീവിതത്തിലേക്കാണ് ഒളിഞ്ഞു നോക്കുന്നത്. ഇങ്ങനെ എല്ലാവരുടെയും കാര്യങ്ങൾ അവസാനിക്കുമ്പോൾ തൻ്റെ വീട്ടിലെ അമ്മയും പെങ്ങന്മാരും ഒക്കെ ഇല്ലേ കണ്ടന്റ് കിട്ടാതാവുമ്പോൾ അവരുടെയും സ്വകാര്യ ജീവിതത്തിലേക്ക് താനൊക്കെ ക്യാമറയുമായിട്ട് ചെല്ലുമോ, അതോ ഇനി കുടുംബത്തിൽ അങ്ങനെയുള്ള പറയത്തക്ക പെണ്ണുങ്ങൾ ആരുമില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അറസ്റ്റ് ചെയ്യുക എന്നിങ്ങനെ പറയുമ്പോൾ നിക്ക് അറസ്റ്റ് ചെയ്യുക, പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഉള്ള തരുന്നതും എന്നെപ്പോലുള്ളവരെ ഇങ്ങനെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നതും നിങ്ങളെപ്പോലുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. മാഡത്തിൻ്റെ വീഡിയോ തന്നിട്ട് ഇങ്ങനെ കളക്ടറെ അപകീർത്തിപ്പെടുത്തണം എന്ന് പറഞ്ഞ് എന്നെ സമീപിച്ചതും കളക്ടറേറ്റിലെ ഒരു ഉദ്യോഗസ്ഥനാണ് എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം ADM ജോൺ അബ്രഹാമാണ് എനിക്കിത് തന്നിട്ട് ഇങ്ങനെ പറഞ്ഞത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എന്താ മാഡത്തിന് ഉത്തരം മുട്ടിയോ എന്നിങ്ങനെ ഇയാൾ ചോദിക്കുമ്പോൾ എന്തിന്, അപ്പോൾ അങ്ങനെയാണല്ലേ, പക്ഷേ അയാളത് ചെയ്തത് കൊണ്ട് ആരകത്തായി, താനകത്തായി, കൂടെ വരാനായിട്ട് ജയിലിൽ കിടക്കാനൊന്നും ADM ജോൺ വരില്ല. ഇങ്ങനെ ഈ കേസ് തെളിയിക്കപ്പെട്ടാൽ 2 വർഷം വരെയാണ് തനിക്ക് ശിക്ഷ കിട്ടാൻ പോകുന്നത്. പുറത്ത് നിൽക്കുന്നവരും പ്രേരിപ്പിച്ചവരൊന്നും പുറത്ത് തന്നെ നിൽക്കും, പക്ഷേ തൻ്റെ ജീവിതമാണ് പോയത്, ഇത് മറ്റുള്ളവർക്കൊരു പാഠമായി മാറട്ടെ, ഇനിയെങ്കിലും ഇങ്ങനെയുള്ളവർ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കാതിരിക്കട്ടെ, ഇത് തന്നെയാണ് ആദ്യ തുടക്കം, ഞാൻ തന്നെയാണ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ഇയാൾ ജീപ്പിലോട്ട് കയറ്റ് എന്നിങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ പോലീസുകാരെല്ലാം കൂടി ഇയാളെ പിടിക്കുന്നുണ്ട്. ശാലിനി മുന്നേ നടന്നു പോകുന്നു. ഈ പോലീസുകാർ ഇയാളെയും കൊണ്ടിങ്ങനെ പുറകെ പോവുകയാണ്. ഇത്രയുമാണ് കാണിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ബാക്കി ജോൺ അബ്രഹാമിന് ശാലിനി കൊടുക്കും. പക്ഷേ അപ്പോൾ ഈ ഒരു പ്രശ്നം ഇവിടെ പരിഹരിക്കാൻ ഇയാളെ കൊണ്ട് തന്നെ തിരുത്തി പറയിപ്പിക്കുമായിരിക്കും. അപ്പോൾ മഹേന്ദ്രൻ പറഞ്ഞ ആ ഒരു കാര്യം അവിടെ നിന്ന് ശിവൻ ഇറങ്ങിപ്പോയല്ലോ, ഇത് തിരുത്തിയിട്ടേ വരികയുള്ളൂ എന്നുള്ളത്. അപ്പോൾ ആ ഒരു പ്രശ്നം ഇവിടെ പരിഹരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് ബാക്കി എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.